പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ഫുട്ബോൾ ലോകം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ റയൽ മാഡ്രിഡും അതുപോലെ തന്നെ ആഴ്സണലും തമ്മിലുള്ള ക്വാർട്ടർ ഫൈനൽ മത്സരത്തിലെ രണ്ടാം പാദ മത്സരം ഇന്ന് രാവിലെയായിരുന്നു നടന്നത്. എന്നാൽ രണ്ടാം പാദ മത്സരത്തിലും ഒരു ദയനീയമായ പരാജയമാണ് ഇപ്പോൾ റയൽ മാഡ്രിഡിന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. എന്താണ് നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം 80% പേരും ചാനൽ ഇതുവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല. അതുകൊണ്ട് ദയവായി എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ തന്നെ കടക്കാം. എന്തായാലും രണ്ടാം പാദ മത്സരത്തിലും ഒരു ദയനീയമായ പരാജയമാണ് ഇപ്പോൾ റയലിനെ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. ആഴ്സണലിനെതിരെ 1-2 ഗോളുകൾക്കാണ് രണ്ടാം പാദ മത്സരത്തിൽ ഇപ്പോൾ റയൽ പരാജയപ്പെട്ടിട്ടുള്ളത്. റയലിന് വേണ്ടി ആശ്വാസ ഗോൾ നേടിയത് റയലിന്റെ സൂപ്പർ താരമായ വിനീഷ്യസ് ജൂനിയർ ആയിരുന്നു. കൂടാതെ ആദ്യ പാദ മത്സരത്തിൽ എതിരില്ലാത്ത 3 ഗോളുകൾക്കായിരുന്നു റയലിന് ആഴ്സണലിനോട് പരാജയപ്പെടേണ്ടി വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്ന് രാവിലെ നടന്ന മത്സരത്തിൽ 1-2 ഗോളുകൾക്കും പരാജയപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അഗ്രിഗേറ്റിൽ ഇരു പാദങ്ങളിലുമായി ആഴ്സണൽ ഇപ്പോൾ 1-5 ഗോളുകൾക്കാണ് ഇപ്പോൾ വിജയിച്ചു കയറിയിട്ടുള്ളത്. എന്തായാലും റയലിന് വീണ്ടും ഒരു നാണക്കേടിന്റെ റെക്കോർഡ് തന്നെയാണ് ഇതെന്ന് നിലവിൽ പറയേണ്ടി വരും. 1-5 ഗോളുകൾക്കാണ് റയൽ ഇപ്പോൾ ആഴ്സണലിനോട് പരാജയപ്പെട്ടിരിക്കുന്നത്. എന്തായാലും വളരെ സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ് റയലിനും അതുപോലെ തന്നെ റയലിന്റെ ആരാധകർക്കും ഇപ്പോൾ വന്നിട്ടുള്ളത് എന്ന് തന്നെ പറയേണ്ടി വരും. സെമി കാണാതെ ഇപ്പോൾ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നിന്നും റയൽ മാഡ്രിഡ് ഇപ്പോൾ നിലവിൽ പുറത്തായിരിക്കുകയാണ്. ഏതായാലും ആഴ്സണൽ ഇപ്പോൾ യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ സെമിയിലേക്ക് നിലവിൽ യോഗ്യത നേടിയിട്ടുണ്ട്.